ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തിന് ഞാനിതാ ഒരു ബൗളിൽ 2 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിന്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഞാനിപ്പോൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആട്ടോ എടുത്തത്, അതുകൊണ്ട് ഞാൻ പൊടിയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിന്. അപ്പോൾ നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത ശേഷം പൊടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിന്, സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാട്ടാ ചേർത്തത്. ഇനി ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനിതാ പാലെടുത്ത് വെച്ചിന്, കുറച്ചൊന്ന് ഇളം ചൂടുള്ള പാലാട്ടാ എടുത്തത്. അപ്പോൾ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അതിനു മുമ്പേ മുട്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇല്ലാണ്ടെങ്കിൽ ലൂസായി പോകും. അപ്പം പാൽ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചിട്ട് ഇതൊരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ ഇത് കുഴച്ചെടുത്തിന്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതിനു മുമ്പേ ഇത് ഈ ഒരു രീതിയിലാട്ടോ ഞാൻ സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിന്. അപ്പോൾ ആ രീതിയിൽ തന്നെ അങ്ങനെ കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. പിന്നെ ആ ഡോന് മേലെയും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പൊങ്ങി വരും, തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചൊന്ന് ടൈം എടുക്കും പൊങ്ങി വരാൻ. അപ്പോൾ അതനുസരിച്ചിട്ട് അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ 2 മണിക്കൂർ വെച്ചിന്. അത് അവിടുന്ന് പൊങ്ങി വരട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഉപ്പ്, മഞ്ഞൾ, മുളകും കൂടി 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് വെച്ച ചിക്കനാണ്. ചിക്കന് ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ആ സെയിം പാനിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഞാനിപ്പോൾ 3 മീഡിയം സൈസ് ഉള്ളി എടുത്തിന് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ചിക്കന് ഫ്രൈ ആക്കി എടുത്ത സെയിം ഓയിലിട്ടിട്ട് ഇപ്പോൾ ഉള്ളി വാട്ടിയെടുക്കുന്നത്. അതുപോലെ സോയാ സോസ് കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഈ ഉള്ളി നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം. അങ്ങനെ ഫൈനായിട്ട് വാട്ടിയെടുക്കുന്നു വേണ്ട, ചെറിയ രീതിയിലൊന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിപ്പോൾ 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളക് നിങ്ങൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാട്ടാ ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന പൊടികളെല്ലാം കൂടാണ്ട് നോക്കാം. കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പൊടിന്റെ ഒരു കുത്തൽ വരും. അപ്പോൾ കറക്റ്റ് ടീസ്പൂൺ വെച്ചിട്ട് അങ്ങനെ തന്നെ എടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ഇപ്പോൾ ലൈറ്റ് സോയാ സോസ് ആട്ടാ ഞാൻ എടുത്തത്, ഡാർക്ക് അല്ല. ഡാർക്ക് ആണെങ്കിൽ 1/2 ടീസ്പൂൺ അങ്ങനെ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയത്തേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു പൊടിയെല്ലാം ഇതാ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1.5 മണിക്കൂറിന് ശേഷം ആട്ടോ എടുക്കുന്നത്. ഇനി ഇത് കൈവച്ചിട്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ടിത് ബോൾസ് ആക്കി എടുക്കാം. ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി എടുക്കാം. എന്നിതാ ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി ഞാനിതാ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിന്. എന്നിട്ടിതാ ഇതൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം.
ഇത് കുറച്ചൊന്ന് നേരിയ രീതിയിൽ തന്നെ അങ്ങനെ പരത്തിയെടുക്കാം. അതായത് കുറച്ചൊന്ന് തിക്നെസ് കുറച്ചിട്ട് അങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ റൗണ്ട് ആയിട്ട് പരത്തിയെടുത്തിന്. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റരുത്. വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് എനിക്കറിയില്ല. രണ്ട് സൈഡിലും അങ്ങ് കട്ട് ചെയ്ത് മാറ്റരുത്. ജസ്റ്റ് ഇങ്ങനെ ആ സെൻട്രലായിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ചൊന്ന് ലൈൻസ് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പകുതി വരെ ലൈൻസ് വരച്ചാൽ മതി. പിന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അറ്റത്ത് ഈ ഒരു വീഡിയോ കാണുന്ന രീതിയിൽ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറയുന്നതിനേക്കാളും ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അറ്റത്ത് മാത്രം പ്രസ് ചെയ്ത് കൊടുക്കാം നല്ലോണം. എന്നിട്ട് സെൻട്രലായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അത് വല്ലാണ്ട് അങ്ങ് അമർത്തിയിട്ട് ഇതാക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അറ്റത്ത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. പിന്നെ ഇതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്ത് വെച്ച് ആ ചിക്കൻ വെച്ചു കൊടുക്കാം. ചിക്കനെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ഞാനിപ്പം വെച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഗ്രീൻ ക്യാപ്സിക്കാട്ടോ എടുത്തത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മേലെയായിട്ട് കുറച്ച് കെച്ചപ്പ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കെച്ചപ്പും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതാ ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അറ്റത്ത് നല്ലോണം തന്നെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഒട്ടിക്കാം. എന്നിട്ട് ഫോർക്ക് കൊണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം തന്നെ ഒട്ടി നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് ഉള്ളത്തെ ഫില്ലിംഗ് എല്ലാം അങ്ങ് പുറത്തു വരും. അതുപോലെ നമ്മൾ കെച്ചപ്പ് ഒഴിച്ചുകൊണ്ട് തന്നെ അതെല്ലാം പുറത്തേക്ക് വന്നിട്ട് പിന്നെ എണ്ണ തെറിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് കറക്റ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ നമ്മൾ റെഡിയാക്കി എടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു സൈഡിലായി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് അങ്ങനെ ഫ്രൈ ആയി കിട്ടും. നമ്മൾ ഇറച്ചിപ്പത്തിരി എല്ലാം ചെയ്തെടുക്കുന്ന ആ ഒരു സെയിം മെത്തേഡിൽ ചെയ്തിട്ടെടുക്കാം. അപ്പൊ നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.